ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്സും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടും നമ്മളെല്ലാവരും തരുന്നുണ്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് കീപ് ലവിങ്, അതാണ് പറയാൻ വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഞാൻ നാട്ടിൽ നിന്ന് വെറും 99 റുപ്പീസ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതെവിടെ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, സ്റ്റുഡിയോയിലെ ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എനിക്കൊന്ന് സ്റ്റുഡിയോയിൽ എല്ലാം 99, 199, 49, പിന്നെന്താ 299, 399 അങ്ങനെ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ സാധനങ്ങളും പോകുന്നത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈസി, എന്താ പറയുക, നമുക്ക് ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് ഇയർ നാട്ടിൽ പോയപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് 1-2 ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാജൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡ്രസ്സ് അവിടെ നിന്ന് സ്റ്റുഡിയോ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട ചതിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് ബ്ലഷ് ന്യൂഡാണ് N02, അതാണ് ഈ ഷെയ്ഡ് നമ്പർ വന്നിട്ട്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഇതാണ് ഷെയ്ഡ്. ഇതാണ് ഷെയ്ഡ്. ഒരു പിങ്ക് ബ്ലഷ് ഒക്കെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ബ്ലഷ് ആയിട്ടൊന്ന് ഇട്ട് നോക്കാം. അപ്പം അറിയാലോ. നന്നായിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓക്കെ, അതവിടെ കറക്റ്റായി. അപ്പം ഞാനതൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാൻ ഇപ്പോഴത്തേക്ക് ഒരു ലിപ്സ്റ്റിക് ഒന്ന് മാറ്റട്ടെ. അതിനായിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഐഡിയ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യണം. അതിന് നമുക്ക് സ്റ്റുഡിയോ തന്നെയാണുള്ളത്. ഇത് സ്റ്റുഡിയോയുടെ പ്രൊമോഷനൊന്നുമില്ല കേട്ടോ, ആരും അങ്ങനെ ഒന്ന് വിചാരിക്കരുത്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന എൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ആക്ച്വലി ദിസ് വാസ് മൈ ഫേവറേറ്റ്. ഓക്കെ, കൈ കൂടെ റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്ക് പോയി. അപ്പോൾ പകുതി മേക്ക് പോയി, പകുതി ഐശ്വര്യം അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ആക്ച്വലി ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. എനിക്കൊന്ന് പിങ്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലഷായിട്ട് ഒന്നിട്ട് നോക്കിയാലോ. ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, സീംസ് ഗുഡ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എനിക്കൊന്നും കുറച്ചടുത്ത് അകലേന്ന് കാണുമ്പം അത്യാവശ്യം നല്ല കളറൊക്കെ തന്നെയാണ് കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം. ഒരുപാട് എന്താ പറയുക, ഞാൻ കളർ ഷെയ്ഡ് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. ബട്ട് ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ആദ്യം ഇട്ടിരുന്ന ഷെയ്ഡും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, ഒരു ലൈറ്റ് ഓറഞ്ചിഷ് റെഡിഷ് അങ്ങനത്തെ കളേഴ്സാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. പിങ്ക് കളർ എനിക്ക് അത്ര ചേരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് സ്റ്റിൽ അറിയില്ല, ചിലപ്പോൾ നന്നായിട്ടുണ്ടായിരിക്കാം. കാണുന്നവർക്കാണല്ലോ കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതാണ് ഷെയ്ഡ്. അപ്പം ഈ ഷെയ്ഡ് നമ്പർ ഒന്നുകൂടെ പറയാം. ബ്ലഷ് ന്യൂഡ് N02 ആണ് ഷെയ്ഡ് നമ്പർ.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി വാങ്ങിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഒരുപാട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് അവിടെ അവൈലബിൾ ആണ്. എനിക്കൊന്നും നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ സ്റ്റുഡിയോയിലെ എന്താ പറയുക ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ കസ്റ്റമേഴ്സിന് കാണുമ്പോൾ ഇവളെന്ത് ഈ തേങ്ങയാണ് പറയുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും. കാര്യം നമ്മളൊക്കെ എപ്പോഴും പോകുന്നതാണ് എന്ന് തോന്നുമായിരിക്കാം. ബട്ട് സ്റ്റിൽ എൻ്റെ ആദ്യത്തെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് പോയപ്പം കണ്ടപ്പം വാങ്ങിച്ചാണ്. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കീപ് ലവിങ്, കീപ് സപ്പോർട്ടിങ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.